നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 സേ കൃത്യമായിട്ടുള്ള വാല്യുവേഷൻ ഡീറ്റെയിൽസ്, നിങ്ങളുടെ എന്ന് റിസൾട്ട് വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഗ്രേസ് മാർക്ക് കാര്യങ്ങളെല്ലാം ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ ഇൻസ്റ്റ ആണെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കാരണം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് വന്നാൽ മാത്രം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് വാല്യുവേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. വാല്യുവേഷൻ തുടങ്ങി ഇന്നലെ മുതൽ, നാളെ കൊണ്ട് മിക്കവാറുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യുവേഷൻ കഴിയും. അന്നേരം വാല്യുവേഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ 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 നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. കാരണം കെമിസ്ട്രി എക്സാം കുറച്ച് ടഫായിരുന്നു. പക്ഷെ കെമിസ്ട്രി എക്സാമിന് ലിബറൽ വാല്യുവേഷൻ അല്ല. കാരണം ലിബറൽ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങ് ടൈറ്റ് വാല്യുവേഷൻ എന്നുള്ള രീതിയല്ല, എഴുതുന്നതിനെല്ലാം മാർക്ക് കൊടുക്കുന്നു. പക്ഷേ തോൽവി വളരെ കൂടുതലാണ്. നമ്മുടെ സഹാധ്യാപകരൊക്കെ പല കോണിലുള്ളവർ പറയുന്നത്, ഈ പറഞ്ഞ പോലെ ഒരു 100 പേപ്പർ നോക്കുവാണെങ്കിൽ ഒരു നല്ല ശതമാനം പേപ്പറും തോൽവിയാണ് കൂടുതൽ. ഇനി ഫിസിക്സ് അത്യാവശ്യം എളുപ്പമുള്ള പരീക്ഷയായിരുന്നു, മാത്സ് കുഴപ്പമില്ലാത്ത പരീക്ഷയായിരുന്നു, അതിലും തോൽവിയുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ, ഓൺലൈനിൽ പഠിച്ച കുട്ടികളൊക്കെ നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ടുള്ളവരുണ്ട്. അവരൊക്കെ ഡബിൾ പാസ് മാർക്ക് കൂടുതൽ മേടിക്കുന്നു. അങ്ങനെയുള്ളവർക്കൊന്നും, പൊതുവേ കേരളത്തിൽ അങ്ങനെയുള്ളവർക്കൊന്നും ടെൻഷൻ വേണ്ട. പക്ഷേ കുറേ തോൽവികളുണ്ട്. അതുകൊണ്ട് ഇപ്പം നമുക്ക് നിരാശപ്പെടേണ്ട. ആരൊക്കെയാണ് തോറ്റതെന്നോ ആരൊക്കെയാണ് ജയിച്ചതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ തോൽവിയുടെ എണ്ണം കൂടുതലാണ് എന്നുള്ളതാണ് നമുക്ക് ഇതുവരെയും കിട്ടിയ വാല്യുവേഷൻ്റെ ഡീറ്റെയിൽസ്. എന്നാൽ വാല്യുവേഷൻ നാളെ കൊണ്ട് തീരുകയാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ലാസ്റ്റ് നിമിഷം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്കൊന്നും ഇപ്പം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതുവരെയുള്ള രീതി ഇങ്ങനെയാണ്. പിന്നെ ഗ്രേസ് മാർക്കിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോ കൃത്യമായിട്ടും അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും. അതിനൊക്കെ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പല കുട്ടികളും അത് ചോദിക്കുന്നുമുണ്ട്. അതുപോലെ റീവാലുവേഷൻ, +2 റീവാലുവേഷൻ, ഇനി ഇത് എന്ന് പരീക്ഷ എഴുതണം, +2 അല്ലെങ്കിൽ +1 ഒക്കെ ഇനി എന്തൊക്കെയാണ് പരീക്ഷ എഴുതുന്നത്, എല്ലാ ഡീറ്റെയിൽസും അടുത്തടുത്ത വീഡിയോസായിട്ട് വരും. അന്നേരം പ്രാർത്ഥിക്കാം, ആരും തോക്കരുതേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു അധ്യാപനം എന്നുള്ള രീതി അല്ലെങ്കിൽ മാഷം എന്നുള്ള രീതി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും കേട്ടോ. അന്നേരം വിഷമിക്കേണ്ട, നെവർ എവർ ഗിവ് അപ്പ്.